ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പുതിയ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതിലൂടെ പറയുന്നുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലുള്ള ജാസ്മിൻ ഫ്ലവറാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസാണ് പറയുന്നത്. ഇതിൻ്റെ മോളുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ കളറിൽ ചെറിയൊരു ചേഞ്ച്, വാഷ് ചെയ്തെടുത്തെങ്കിൽ അത് മാറും. എങ്കിലും പുതിയതൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് നോക്കി ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. 3.25-ൻ്റെ ക്രോഷേ ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജാസ്മിൻ്റെ കളറ് ത്രെഡും പിന്നെ ഒരു ത്രെഡ് കട്ടറുമാണ് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ വേണ്ടത്. ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളെ സാമ്പിളായിട്ട് കുറച്ചാണ് കാണിച്ചു തരുന്നത്. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി മുകളിലേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എത്ര നീളത്തിൽ വേണമെങ്കിലും പിന്നെ ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ഇത്രയും പീസാണ് ചെയ്യുന്നത്. ബാക്കി എൻ്റെ മോളാണ് ചെയ്യുന്നത്. അവൾക്ക് ഇപ്പം 10 ഇയേഴ്സാണ്. മോൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ളത്. അപ്പം ഞാൻ സാമ്പിൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ബാക്കി മോള് ഫിനിഷ് ചെയ്തത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വേണ്ടത്രയും ചെയിൻ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇടാൻ പോകുന്നത്. സ്ലിപ്പ് നോട്ടാണ് ഇടാൻ പോകുന്നത്. അതിനുശേഷം അതിലേക്ക് വേണ്ടത്രയും ചെയിൻ ബിൽഡ് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. ചെയിൻ ചെയ്യാനായിട്ട് ആദ്യം സ്ലിപ്പ് നോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഹുക്കും യാണും കയ്യിൽ ഹാൻഡിൽ ചെയ്യുന്നത് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നും അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് ആദ്യം തൊട്ട് പഠിക്കാനുള്ള അവസരമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. എത്ര ലെങ്ത്തിൽ വേണോ അതിൻ്റെ ഒരരട്ടി, അതായത് ഇപ്പോൾ 12 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ നമ്മളൊരു 24 ഇഞ്ച് നീളത്തിൽ വേണം ചെയിൻ സ്റ്റിച്ച് എടുക്കാൻ. ഒരു ഇരട്ടിയെങ്കിലും എടുത്താലേ ഉള്ളൂ ആ ലെങ്ത്ത് കറക്റ്റ് ആവുള്ളൂ. കാരണം നമ്മൾ കോർത്തിട്ടാണ് ലാസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ലെങ്ത്ത് കുറഞ്ഞു വരും. നമ്മൾ ഈ ചെയിൻ്റെ അത്രയും നീളത്തിലായിരിക്കത്തില്ല ഫ്ലവർ നമ്മൾ മേക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് അത് കൂട്ടിച്ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ലെങ്ത്ത് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കാര്യം മനസ്സിലാവും. ഇതുപോലെ ഞാൻ വേണ്ടത്രയും ചെയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ടേണിങ് ചെയിൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ മുകളിലേക്ക് ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. അപ്പോൾ അതിന് 2 ടേണിങ് ചെയിനാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ 2 ടേണിങ് ചെയിൻ ഇട്ട് കൊടുത്തിട്ട് 3rd ചെയിനിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് യാൺ ഓവർ ചെയ്യണം. ഓക്കെ, ഹാഫ് ഡബിൾ ക്രോഷയ്ക്ക് യാൺ ഓവർ ചെയ്യണം. ഇതുപോലെ ഹുക്കിലേക്ക് യാൺ ഓവർ ചെയ്ത് 3rd സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ചിലേക്കാണ് ബാക്ക് സ്റ്റിച്ച് മാത്രമാണ് ഹുക്കിലേക്ക് ഇൻസേർട്ട് ചെയ്തത്. ഇനി ഇതുപോലെ ഹാഫ് ഡബിൾ ക്രോഷേ എൻ്റയർ സ്റ്റിച്ചിലും ചെയ്തെടുക്കാം. ത്രീ ലൂപ്സിലൂടെയും ഒരുമിച്ച് കടത്തിയെടുക്കുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷേ. അപ്പോൾ ഇതുപോലെ എൻ്റെ സ്റ്റിച്ചിൽ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന ചെയിൻ്റെ ലെങ്ത് അനുസരിച്ച് ഇതുപോലെ ചെയ്തിട്ട് ഈ ത്രെഡ് ആവശ്യത്തിനെടുത്ത് ഈ ലൂപ്പിലൂടെ വലിച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. ഈ 2 ത്രെഡുകളും ഒരുമിച്ച് കെട്ടി വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ലീവ് ചെയ്യുന്നുള്ളൂ അവിടെ. നമ്മിനി നെക്സ്റ്റ് കളർ ത്രെഡ് ഇതിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓരോ ചെയിനിലേക്കുമാണ് നമ്മളിനി അതിൻ്റെ ബഡ്സ് ചെയ്ത് പോകുന്നത്. അതായത് എൻ്റെ മുല്ലപ്പൂ മൊട്ട് ചെയ്ത് പോകുന്നത്. അതിനായിട്ട് വൈറ്റ് ത്രെഡ് ഇവിടെ ജോയിൻ ചെയ്യണം. ഇവിടെ ഏറ്റവും എളുപ്പത്തിലുള്ള ജോയിനിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ത്രെഡ് ഇതിലൂടെ വലിച്ചെടുത്തിട്ട് നോർമലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയിനിട്ട് കണ്ടോ, ഒരു ചെയിൻ ഇട്ടിട്ട് അവിടെ ലോക്ക് ചെയ്യുന്നു. അത് അഴിഞ്ഞ് പോകാതിരിക്കാൻ നമ്മൾ ഒരു ചെയിനും കൂടെ ചെയ്തിട്ട് നന്നായിട്ട് അവിടെ മുറിക്കാൻ മതി. അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ലൂസായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു ചെയിനും കൂടെ അതിലേക്ക് ഇതുപോലെ കൊടുത്തിട്ടൊന്ന് മുറുക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് 3 ചെയിനാണ് മുകളിലേക്ക് ചെയ്യേണ്ടത്. 1 2 3. ഓക്കെ, ഇനി ഇതിലേക്ക് ഡബിൾ ക്രോഷേ ആണ് നമ്മൾ ചെയ്യുന്നത്. ആ സെയിം ചെയിൻ സ്പേസിലേക്ക് വേണം ചെയ്യാൻ കേട്ടോ. അതായത് യാൺ ഓവർ ചെയ്തു, ഫസ്റ്റ് 2 ലൂപ്സിൽ കൂടെ കടത്തി, അടുത്ത 2 ലൂപ്സിൽ കൂടെ കടത്തിയതാണ് ഡബിൾ ക്രോഷേ. ഓക്കെ, ഇത് തന്നെ നമ്മൾ ഇതിലേക്ക് ഇനി
ബഞ്ചായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. 6 എണ്ണമാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 5 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തതും പിന്നെ നമ്മൾ 3 എണ്ണം ആദ്യം ചെയ്തില്ലേ, അതും കൂടെ കൂട്ടി 6 എണ്ണമാണ് വരുന്നത്. ആദ്യത്തെ 3 ചെയിൻ ഇട്ട് കൊടുത്തത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോഴാണ് 6 എണ്ണം ആകുന്നത് കേട്ടോ. ഇതെല്ലാം ആ സെയിം ചെയിനിലേക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് 6 എണ്ണം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഫസ്റ്റ് 3 ചെയിൻ ചെയ്തതിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, അവിടേക്കാണ് നേരെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ പോകുന്നത്. ഇതാ ഇങ്ങനെ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു ലൂപ്പിലൂടെ കടത്തിയെടുത്തിട്ട് അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇത് രണ്ടും കൂട്ടിയെടുക്കുന്നു. ഇതാ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി നമ്മൾ അതിലേക്ക് 2 ചെയിൻ ചെയ്യണം. അവിടെ നിന്ന് 2 ചെയിൻ ചെയ്ത് കൊടുക്കുക. 1 2. ഇനി ആ സെയിം ഹോളിലേക്കാണ്, ഇത് ഇത്രയും ചെയ്തതിൻ്റെ ഹോളിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് അവിടെ നിന്നൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ നിന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടപ്പോൾ നമ്മുടെ ഫസ്റ്റ് മുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ അടുത്തതും ചെയ്യുന്നത് കണ്ടല്ലേ. ഇനി 3 ചെയിൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നു. ഇനി തൊട്ടടുത്ത ചെയിനിലേക്കാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. കണ്ടോ, തൊട്ടടുത്തുള്ള ഹോളിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. എത്ര എണ്ണമാണ്? ആദ്യത്തെ 3 ചെയിൻ ഒന്നായിട്ട് കൺസിഡർ ചെയ്തപ്പോൾ ഇനി 5 ഡബിൾ ക്രോഷ്യ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം. അതും സെയിം ഹോളിൽ തന്നെയാണ്, മാറിപ്പോകരുത് കേട്ടോ. നമ്മൾ ആ 3 ചെയിൻ വന്നേക്കുന്ന ഇപ്പുറത്തുനിന്നാണ്. നമ്മൾ തൊട്ടടുത്ത് ചെയിൻ സ്പേസ് ഇതാ ഇതുപോലെ സെലക്ട് ചെയ്ത് അവിടെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്തത്. ഇനി നമ്മൾ അവിടെ തന്നെ വേണം അടുത്ത 4 എണ്ണം കൂടെ ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ ഡബിൾ ക്രോഷ്യ വീണ്ടും സെയിം ഇതിലേക്ക് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ഉള്ള, അതായത് ആദ്യം നമ്മൾ 3 ചെയിൻ ഇട്ടില്ലേ, അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ലൂപ്പിൽ കൂടെ ഇട്ടിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് എണ്ണി നോക്കണം കറക്റ്റ് ആണോ എന്നുള്ളത് കേട്ടോ. അതിനുശേഷം ഈ ഫസ്റ്റ് ചെയിനിൻ്റെ ഏറ്റവും മുകളിലത്തെ ലൂപ്പിലൂടെ അതായത് പോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്കത് ജോയിൻ ചെയ്തു. ഇനി 2 ചെയിനാണ് ഇട്ട് കൊടുക്കേണ്ടത്. 2 ചെയിൻ ഇട്ട് കൊടുത്തിട്ട് സെയിം ഹോളിൽ കൂടെ തന്നെ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. കണ്ടോ, ആ ഹോളിൽ കൂടെ തന്നെ ഇതുപോലെ ഹുക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വലിച്ചിട്ട് ആ ലൂപ്പിൽ കൂടെ തന്നെ തിരിച്ചെടുക്കുന്നതിനാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കറക്റ്റ് മുട്ടിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, ഇത് ലാസ്റ്റായി കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ 3 ചെയിൻ ഇട്ട് കൊടുക്കുക. തൊട്ടടുത്തിട്ടുള്ള ചെയിനിലേക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇതാണ് നമ്മൾ എൻ്റെ സ്റ്റിച്ചിലും ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. വൺസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഈസി ആവും. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ ബേസിക് സ്റ്റിച്ചസ് അറിയത്തില്ലാത്തവർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുക. നമുക്ക് ബേസിക് സ്റ്റിച്ച് പഠിച്ചാൽ തന്നെ ഏത് വർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ എല്ലാ മുട്ടുകളും മുകളിലേക്ക് ഇനി ചെയ്തു പോകുന്നത്. നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ കട്ടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയ മുട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡബിൾ ക്രോഷ്യ കൊടുത്തതിൻ്റെ എണ്ണം കുറച്ചാൽ മതി. 4 എണ്ണോ അല്ലെങ്കിൽ 3 എണ്ണമായിട്ട് ചെയ്യുവാണെങ്കിൽ ചെറിയ പൂക്കളായിട്ടും കിട്ടും. അതുപോലെ തന്നെ ആ ഗ്രീൻ കളറിലുള്ള തണ്ടിൻ്റെ ആ ഏരിയ കുറച്ച് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയിലെ കൊടുത്തത് അതിൻ്റെ സിംഗിൾ ക്രോഷ്യ ആയിട്ട് മാറ്റുക. എന്നിട്ട് അതിൻ്റെ ചെയിൻ സ്പേസിലേക്ക് ഇതുപോലെ മുട്ടുകൾ ചെയ്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുക അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ത്രെഡിൻ്റെ സൈസ് കൂട്ടുന്നതനുസരിച്ചിട്ട് ഫ്ലവർ വലുതാകുകയും ചെയ്യും. ഇതുപോലെ ഇപ്പോൾ ഫോട്ടോ വലിയ ഫ്രെയിമുകൾക്കൊക്കെ പൂമാല ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ത്രെഡ് മേടിക്കാം. സൈസ് കുറച്ചുകൂടെ വലുതായിട്ടുള്ളത് മേടിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പൂമാല അതുപോലെ കല്യാണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന പൂമാലകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് വലിയ ത്രെഡ് ഉപയോഗിച്ചിട്ടും ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം എൻ്റെ സ്റ്റിച്ചിൽ ഇതുപോലെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനി ഇതുപോലെ ഫുള്ള് സ്റ്റിച്ചിലും നമ്മൾ എടുത്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ളതിൻ്റെ ഫുള്ളും ചെയ്തതിന് ശേഷം ഇത് നമുക്കിനി ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ത്രെഡിൻ്റെ ടെയിൽ എൻഡ് കട്ട് ചെയ്തതിന് ശേഷം
ഇതിനുള്ളിലൂടെ വീവ് ചെയ്ത് മാറ്റുക ചെയ്യുന്നത്. നമ്മൾ ഈ വൈറ്റ് കളറ് മുട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇത് വീവ് ചെയ്ത് മറയ്ക്കണം. ഇതുപോലെ നിങ്ങൾക്ക് ടേപ്പിസ്ട്രി നീഡിൽ ഉപയോഗിച്ചിട്ട്, ബ്ലണ്ടർ ആയിട്ടുള്ള നീഡിൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഇതിനുള്ളിൽ കൂടെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഹുക്ക് ഉപയോഗിച്ചിട്ടാണ് വീവ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആ വൈറ്റ് സ്റ്റിച്ചിലെ ഉള്ളിലൂടെ അതിൻ്റെ ടെയിലെൻഡ് വലിച്ച് 2-3 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വീവ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഗ്രീൻ കളറിലുള്ള ത്രെഡും അതുപോലെ തന്നെ ഉണ്ട്. അതും ഇതുപോലെ തന്നെ ആ ഗ്രീൻ കളറിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീവ് ചെയ്തെടുക്കണം. വീവ് ചെയ്തെടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള ത്രെഡ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മറഞ്ഞോളും. ഇനി നമുക്ക് ഇതുപോലെ ബഞ്ചായിട്ട് എങ്ങനെയാണ് കൂട്ടി വെക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതിലേക്ക് 2 സൈഡിലും കൊടുത്തേക്കുന്ന ഈ വള്ളി ഉണ്ടല്ലോ, ഇത് നമ്മൾ ബണ്ണ് കെട്ടുമ്പോൾ അതിന് ചുറ്റും കെട്ടുന്ന രീതിക്കാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോർമലി അഴിച്ചിടുന്ന രീതിക്കാണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയിൻ സെപ്പറേറ്റ് ചെയ്തിട്ട് 2 സൈഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബണ്ണൊക്കെ കെട്ടുമ്പോൾ അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാൻ ഈസിയാണ്. ഇത് സെപ്പറേറ്റ് ഞാൻ വെച്ച് കൊടുത്താണ്, അതിൻ്റെ കൂടെയുള്ളതല്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് ഇതുപോലെ കെട്ടിയെടുക്കാം, പുറകിൽ കെട്ടിയിടാനായിട്ട്. ഇപ്പോൾ ഫ്രെയിമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇടാനുള്ള ത്രെഡാണെങ്കിൽ ബാക്ക് സൈഡ് ഇതുപോലെ ചെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്കിനി കോർത്തെടുക്കണം. അതിൻ്റെ ബ്ലണ്ട് നീഡിൽസ് വെച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ കണ്ണ് വലുതായിരിക്കും, അതായത് പുറകിലെ വലുതായിരിക്കും. ഈ ത്രെഡ് കയറി ചെല്ലുന്നത്രയും സൈസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഷാർപ്പ് എഡ്ജ് ആയിരിക്കത്തില്ല, കുറച്ചിങ്ങനെ ബ്ലണ്ടായിട്ട് ഇങ്ങനെ ഉരുണ്ട രീതിക്കുള്ളതായിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മളിങ്ങനെ കോർത്തെടുക്കണം. ഇങ്ങനെ കോർത്തെടുക്കുമ്പോൾ അതിൻ്റെ ത്രെഡിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു സ്റ്റിച്ച് മാർക്കർ കെട്ടിയിടാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോണം. കാരണം നമ്മളിങ്ങനെ നീഡിലിങ്ങനെ കയറ്റി ഇറക്കി കൊണ്ടുവരും, ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേനും ഇതുപോലെ ലാസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പലതവണ പറ്റിയിട്ടുള്ളതാണ് പറയുന്നത്, അങ്ങനെ ചെയ്യരുത്. നീഡിലിട്ട് ഇതുപോലെ കോർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ലാസ്റ്റത്തെ എൻഡിൽ ഒരു സ്റ്റിച്ച് മാർക്കർ കെട്ടിയിടുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നല്ല ശ്രദ്ധിച്ച് അത് വലിക്കുന്നതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സ്റ്റിച്ച് മാർക്കർ അതിനകത്ത് കെട്ടിയിടുക എന്നുള്ളതാണ്. അതാകുമ്പം സ്റ്റിച്ച് മാർക്കർ അതിനുള്ളിലൂടെ കടന്നു പോവില്ലല്ലോ. ഇതുപോലെ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വലിച്ചെടുത്താലും അതിനുള്ളിൽ കൂടെ പോവില്ല. ഓക്കെ, ഇനി നമുക്കിതുപോലെ കോർത്തെടുക്കണം. ഫുള്ളും ഇതുപോലെ ആ ചെയിൻ്റെ ആ സ്പേസിലൂടെ ഫുള്ളും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി കോർത്തെടുത്തതിന് ശേഷം കോർത്ത് ത്രെഡിലേക്ക് നമ്മൾ ഇതുപോലെ വലിച്ച് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് റൗണ്ട് സർക്കിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ മുല്ലപ്പൂമാലയായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ എത്ര നീളത്തിലാണ് ചെയ്തത്, എന്നിട്ട് നമ്മൾ ഇതുപോലെ കോർത്ത് കൊടുക്കുമ്പോൾ കണ്ടോ അതിൻ്റെ സൈസ് കുറഞ്ഞ് വന്നിട്ടില്ലേ. ഇതുപോലെ നമ്മൾ എത്ര ലെങ്ത്തിലാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ലെയർ കൂടിയും വരും കേട്ടോ. നമുക്ക് കട്ടി കൂട്ടുകയും കുറയ്ക്കുകയും അങ്ങനെയും ചെയ്യാം. നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടുവാണെങ്കിൽ പൂക്കളുടെ എണ്ണം കുറയും, എന്നിട്ട് ലെങ്ത്ത് കുറച്ചുകൂടെ കൂടും. അപ്പോൾ ഈ രീതിയിലും നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി മുകളിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി ഇതുപോലെ തന്നെ അടുത്ത ബാച്ച് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കോർത്ത് കൊടുത്താലും മതി. സമയം അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് ജോയിനിങ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് വരത്തില്ല. ഇനി ബാച്ച് സൈഡ് ചെയ്യുന്നതാണ് ഈസി എന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. ചെറിയൊരു ഗ്യാപ്പ് വരാത്ത രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബേസിക് ലെവൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. 499 ഇൻക്ലൂഡിങ് കിറ്റാണ് കോഴ്സ് വരുന്നത്. ബേസിക് സ്റ്റിച്ചുകളെല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്രാനി സ്ക്വയർ കളർ ചേഞ്ച് ചെയ്യുന്നത്, കോസ്റ്റർ മേക്കിങ്, ബോർഡർ മേക്കിങ്, പിന്നെ എക്സ്ട്രാ ആപ്ലിക് വർക്കുകൾ, അതൊക്കെ അഡ്വാൻസ് സ്റ്റിച്ചിൽ നിന്നും ഉള്ളതാണ്. അത് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ബേസിക് ഐഡിയ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്രോഷ്യ വർക്കും പാറ്റേൺ അനുസരിച്ച് നോക്കി ചെയ്യാനുള്ള പാറ്റേൺ റീഡിങ് വരെ ബേസിക് ലെവലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബേസിക് ലെവൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാറ്റേൺ റീഡ് ചെയ്ത് ചെയ്യാനും ഇഷ്ടമുള്ള ഡിസൈൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.